അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് കടുമാങ്ങ അച്ചാറാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി തന്നെ നല്ലെണ്ണ താളിക്കാനായിട്ട്, പിന്നെ വറ്റൽമുളക്, ഞാൻ 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കടുക്, കറിവേപ്പില. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ള 2 മീഡിയം സൈസ് മാങ്ങ എടുത്തിട്ടുണ്ട്. അത് ചെറുതായി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. പിന്നെ കായപ്പൊടി ആവശ്യത്തിന് 1 നുള്ള് കായപ്പൊടി എടുത്തിട്ടുണ്ട്. 1 മുതൽ 2 നുള്ള് വരെ കായപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് മാങ്ങ അച്ചാർ റെഡിയാക്കി എടുക്കുന്നത് എന്ന് നോക്കേണ്ടതായിട്ട് ഉണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി. അപ്പോൾ അതിനായിട്ട് നമുക്ക് സ്പൂൺ ഉപയോഗിച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉപ്പും കൂടി മാങ്ങയും കൂടി യോജിപ്പിച്ച് എടുക്കാം. കായപ്പൊടി എല്ലാം കൂടി യോജിപ്പിച്ച് എടുത്തിരിക്കുന്നു. അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമ്മളെല്ലാം കൂടി തന്നെ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നു. ഇനി നമുക്ക് കടുക് താളിക്കാം. അതിനായി ചീനിച്ചട്ടി നമ്മുടെ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചീനിച്ചട്ടി കംപ്ലീറ്റ് ഡ്രൈ ആകുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിലെ വാട്ടർ കണ്ടൻറ്റ് കംപ്ലീറ്റ് ഡ്രൈ ആയി മാറണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇത് കഴിഞ്ഞതിന് ശേഷം മാത്രം, ഡ്രൈ ആയതിന് ശേഷം മാത്രം അതിലേക്ക് 2 ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ലെണ്ണ തിളയ്ക്കാനായിട്ട് കാത്തു നിൽക്കുക. നല്ലെണ്ണ തിളച്ച് വന്നതിന് ശേഷം മാത്രം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കടുക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കടുക് ഇട്ട് കഴിഞ്ഞു. ഇനി കടുക് പൊട്ടാനായിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത്. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ വറ്റൽമുളക് ചെറുതായി മുറിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എടുത്ത 3 വറ്റൽമുളക് 6 കഷ്ണങ്ങളായി മുറിച്ച് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വറ്റൽമുളക് വാടി വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം കറിവേപ്പില ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കറിവേപ്പിലയും വറ്റൽമുളകും കടുകും കൂടി നന്നായി യോജിപ്പിച്ചെടുക്കുക. കറിവേപ്പിലയുടെയും വറ്റൽമുളകിൻ്റെയും കളറ് മാറി വരുന്നത് വരെ നമ്മൾ ഇതേപോലെ മിക്സ് ചെയ്ത് കൊണ്ടേയിരിക്കുക. ഇനി ഇത് പാകമായി എന്നറിയുമ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന നമ്മളെ മാങ്ങയും മറ്റ് പൊടികളും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സ് ഈ താളിച്ച് വെച്ചിരിക്കുന്നതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്ത് എടുക്കുക. നന്നായി യോജിപ്പിച്ച് ഇളക്കിയെടുക്കുക. കംപ്ലീറ്റ് പൊടികൾ, മുളക് പൊടിയും മല്ലിപ്പൊടിയും കായപ്പൊടിയും ഉപ്പും എല്ലാം തന്നെ എല്ലാ സൈഡിലും പിടിച്ച് യോജിച്ച് വരണം. നമ്മുടെ അച്ചാർ റെഡിയാണ്.